ഐക്യു എന്ന ബ്രാൻഡ് 10,000 രൂപയിൽ താഴെ ഒരു ബജറ്റ് ഫ്രണ്ട്ലി സ്മാർട്ട് ഫോൺ പുറത്തിറക്കിയിരിക്കുന്നു. ഐക്യു C10 ലൈറ്റ് എന്ന പേരിൽ. ഈ കാണുന്നതാണ് ആ ഒരു ഫോൺ. ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഒരു ബിൽഡ് ക്വാളിറ്റി ഒക്കെ പറഞ്ഞാൽ കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. ഈ പ്രൈസ് പോയിന്റിൽ നല്ലൊരു ബിൽഡ് ക്വാളിറ്റി ഉണ്ട്. ഇതിന്റെ ബാക്ക് ഹോളോ ഒന്നുമല്ല, നല്ല ഒരു സ്റ്റേഡി ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. സത്യസന്ധമായിട്ട് പറയട്ടെ, ഈ ഒരു ഫോണിന്റെ ബാക്ക് കണ്ടു കഴിഞ്ഞാൽ നല്ല ഒരു 15,000 20,000 രൂപ പ്രൈസ് റേഞ്ചിലുള്ള ഫോണാണോ എന്ന് ആരും സംശയിച്ചു പോകും. ഈ ബട്ടണുകളുടെ പ്ലേസ്മെന്റ് എല്ലാം നല്ല ഫിറ്റാണ്. എന്നാൽ ഈ ഒരു ഫോണിനകത്ത് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ എനിക്കുമുണ്ട്. ഈ ഒരു ഫോണിന്റെ ഗുണങ്ങളും ദോഷങ്ങളും ഓരോന്നായിട്ട് നോക്കാം. ബാക്ക് ഇത്തരത്തിലൊരു മാറ്റ് ഫിനിഷ് കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെയും ഫിംഗർ പ്രിന്റ് സ്മഡ്ജസ് ഒന്നും അങ്ങനെ അധികം പതിയുന്നില്ല. അപ്പോൾ ഈ ഒരു ഫോണിന്റെ ഡിസൈൻ വൈസ് നോക്കി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ കാണാൻ നല്ല ലുക്കാണ് കൊടുത്തിരിക്കുന്നത്. ഫോണിന്റെ ബാക്കിൽ 2 ക്യാമറകളാണ് കൊടുത്തിരിക്കുന്നത്. ഇത്തരത്തിലൊരു ടെക്സ്റ്റേർഡ് ബാക്ക് ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഐക്യു എന്ന് എഴുതിയിട്ടുണ്ട്. പ്ലാസ്റ്റിക് ബാക്ക് ആണ്, പ്ലാസ്റ്റിക് ഫ്രെയിം ആണ്. വോളിയം റോക്കേഴ്സും പവർ ബട്ടണും ആണ് കൊടുത്തിരിക്കുന്നത്. സൈഡിൽ ഇവിടെ ആയിട്ടാണ് സിം ട്രേ കൊടുത്തിരിക്കുന്നത്. സ്പീക്കർ ഗ്രില്ല് മുകളിലാണ് നൽകിയിരിക്കുന്നത്, താഴെ ഇല്ല. അതുപോലെ 3.5mm ഓഡിയോ ജാക്ക് കൊടുത്തിട്ടുണ്ട്. ടൈപ്പ് സി ചാർജിംഗ് പോർട്ടുമാണ് നൽകിയിരിക്കുന്നത്. നമുക്ക് ഹാൻഡിൽ ചെയ്യാനൊക്കെ കുഴപ്പമില്ലാത്ത ഒരു വെയിറ്റ് ആണ് ഈ ഒരു ഫോണിന് നൽകിയിരിക്കുന്നത്. ഇതിന്റെ ഒരു ഇൻ ഹാൻഡ് ഫീലൊക്കെ കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. ഒരു ബോക്സി ഡിസൈൻ ആണ്, ഫ്ലാറ്റ് സൈഡുകളാണ് കൊടുത്തിരിക്കുന്നത്. 202 ഗ്രാം ഉണ്ട് ഫോണിന് വെയിറ്റ്. പക്ഷേ ഭയങ്കര കൂടുതലായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. ഇതിന്റെ തിക്നെസ് വന്നിട്ട് 8.1 മില്ലിമീറ്ററുമാണ്. സംഭവം ഡിസ്പ്ലേ കൊള്ളാം, കാണാൻ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്, ക്വാളിറ്റി ഉള്ള ഡിസ്പ്ലേ ആണ്. 6.74 ഇഞ്ചിന്റെ HD+ റെസൊല്യൂഷനുള്ള LCD ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്കെല്ലാം ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു ഫുൾ HD+ റെസൊല്യൂഷനുള്ള AMOLED ഡിസ്പ്ലേ ആണ് പലരും ആഗ്രഹിക്കുന്നതെന്ന് അറിയാം. കാരണം ഇപ്പോൾ വരുന്ന മിക്ക ഫോണുകളും അത്തരത്തിലാണ് വരുന്നത്. സാധാരണ ഈ അണ്ടർ 10,000-ലും ഈ പറയുന്ന ഫുൾ HD+ റെസൊല്യൂഷനൊക്കെ കൊടുക്കുന്ന ഫോണുകളുണ്ട്. പക്ഷേ ഇവിടെ ഇത്തരത്തിൽ LCD ഡിസ്പ്ലേയും HD+ റെസൊല്യൂഷനാണ് കൊടുത്തിരിക്കുന്നത്. 1-2 അഭിപ്രായ വ്യത്യാസങ്ങളാണ് എനിക്ക് ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേയിലുള്ളത്. ഒന്നെന്ന് പറയുന്നത് ഈ ഒരു വാട്ടർ ഡ്രോപ്പ് നോച്ച്. 2025-ൽ വാട്ടർ ഡ്രോപ്പ് നോച്ചുമായിട്ട് ഇറങ്ങുന്ന ഫോണുകൾ ഉണ്ടോ എന്ന് തന്നെ എനിക്ക് സംശയമുണ്ട് ഈ ഒരു ഫോൺ അല്ലാതെ. അതുപോലെ 90 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റും കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ഈ ഒരു ബെസലുകളൊക്കെ നോക്കി, ഒരു അല്പം ബെസൽ, ഈ ഒരു ഡിസ്പ്ലേക്ക് ചുറ്റുമുള്ള ബെസലിന്റെ ഒരു സൈസ് ഒരു അല്പം ആവറേജ് സൈസിനേക്കാളും കൂടുതലാണ്. പിന്നെ എല്ലാം ഇതിന്റെ വിലയുമായിട്ട് ബന്ധപ്പെടുത്തി വേണം നമ്മൾ നോക്കി കാണാൻ. പക്ഷേ അണ്ടർ 10,000-ലും വാട്ടർ ഡ്രോപ്പ് നോച്ച് അല്ലാതെ പഞ്ച് ഹോൾ ക്യാമറയായിട്ട് വരുന്ന സ്മാർട്ട് ഫോണുകൾ വേറെ ഉണ്ട് എന്നുള്ളത് ഓർക്കണം. 1000 നിറ്റ്സ് ഇതിന്റെ പീക്ക് ബ്രൈറ്റ്നസ് ഉണ്ട്. അപ്പം നല്ല ബ്രൈറ്റർ ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്, ആ കാര്യത്തിൽ തർക്കമില്ല. ഫോണിനകത്ത് സ്ക്രീൻ ഗാർഡ് പ്രീ അപ്ലൈഡ് ആയിട്ട് തന്നെ വരുന്നുണ്ട്. ഇതിനകത്ത് മീഡിയടെക്കിന്റെ ഡയമൻസിറ്റി 6300 എന്ന് പറയുന്ന 5G പ്രോസറാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന് കരുത്ത് പകരുന്നത്. നമ്മൾ ഈ ഒരു ഫോണിന്റെ ഒരു AnTuTu സ്കോർ ഇവിടെ ടെസ്റ്റ് ചെയ്തു. സത്യം പറഞ്ഞാൽ ആ ഒരു റിസൾട്ട് ഞെട്ടിച്ചു എന്ന് വേണം പറയാൻ. നോക്കിയാൽ യാതൊരുവിധ ത്രോട്ട്ലിങ്ങും ഈ പ്രൈസ് പോയിന്റിൽ ഈ ഒരു ഫോണിനകത്ത് ഇല്ല എന്നുള്ളത് അതിശയിപ്പിക്കുന്നു. അതുപോലെ തന്നെ മാക്സിമം നമുക്ക് 8GB റാമും 256GB ഇന്റർണൽ സ്റ്റോറേജും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ലഭിക്കും. ഞാൻ ഈ ഒരു ഫോൺ റിവ്യൂ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടൊന്ന് ഉപയോഗിച്ച് നോക്കി. വലിയ ലാഗോ ഇഷ്യൂസോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഈ ഒരു ഫോണിനില്ല. ഒരു ഡേ ടു ഡേ ആക്ടിവിറ്റി യാതൊരു വിഷയമില്ലാതെ നമുക്ക് ഈ ഒരു ഫോൺ കൈകാര്യം ചെയ്യാൻ സാധിക്കും. റാം ടൈപ്പ് വന്നിട്ട് LPDDR4Xും അതുപോലെ സ്റ്റോറേജ് ടൈപ്പ് വന്നിട്ട് UFS 2.2 നൽകിയിരിക്കുന്നത്. അതുപോലെ ഈ ഒരു ഫോണിന്റെ AnTuTu സ്കോർ നമ്മളിവിടെ ടെസ്റ്റ് ചെയ്തപ്പോൾ 4,18,150 എന്ന് പറയുന്ന സ്കോറാണ് വന്നിരിക്കുന്നത്. അണ്ടർ 10,000 പ്രൈസ് റേഞ്ചിൽ നല്ലൊരു AnTuTu സ്കോർ സമ്മാനിക്കുന്ന ഒരുവിധം പെർഫോമൻസ് ഉള്ള ഒരു സ്മാർട്ട് ഫോണാണ് ഇതെന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. ഈ ഒരു ഡിവൈസിൽ നമ്മൾ ഗ്രാഫിക്സ് സ്മൂത്തിൽ സെറ്റ് ചെയ്താൽ അൾട്രാ ഫ്രെയിം റേറ്റിൽ നമുക്ക് ഗെയിം പ്ലേ സാധ്യമാണ്. നമ്മളത് ഗ്രാഫിക്സ് HDയിലേക്ക് കൊണ്ടുവരുമ്പോൾ ഫ്രെയിം റേറ്റ് ഹൈ ആയി കുറയുന്നുണ്ട്. സ്മൂത്തിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അൾട്രാ ഫ്രെയിം റേറ്റിൽ ഗെയിം പ്ലേ സാധ്യമാണ്. ഈ ഒരു സെറ്റിംഗിൽ ഈ ഒരു ഡിവൈസിൽ നമുക്ക് BGMI കളിക്കാം. പക്ഷേ വലിയൊരു പെർഫോമൻസ് ഒന്നും ഈ ഒരു ഡിവൈസിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കാൻ പാടില്ല. ഒരു എൻട്രി ലെവൽ സ്മാർട്ട് ഫോണിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു ഗെയിമിംഗ് പെർഫോമൻസ് മാത്രമേ ഈ ഒരു ഡിവൈസിൽ നിന്ന് പ്രതീക്ഷിക്കാവൂ. ഈ ഒരു ഫോണിനകത്ത് ഏറ്റവും ഉയർത്തി കാണിക്കുന്നത് ഇതിന്റെ ഹൈലൈറ്റ് ആയിട്ട് പറയുന്നത് 6000 mAh ബാറ്ററി എന്നുള്ളതാണ്. പക്ഷേ ഈ ഒരു 6000 mAh ബാറ്ററി ചാർജ് ചെയ്യാനായിട്ട് 15 വാട്ടിന്റെ ചാർജറാണ്, അല്ലെങ്കിൽ ചാർജിങ് കപ്പാസിറ്റിയാണ് ഈ ഒരു ഫോണിന് കൊടുത്തിരിക്കുന്നത്. 15 വാട്ടിന്റെ ചാർജറാണ് ഫോണിന്റെ ബോക്സിലും കൊടുത്തിരിക്കുന്നത്. ഫോൺ അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ അങ്ങനെ വലിയ ഹീറ്റിംഗ് ഇഷ്യൂ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യുന്നില്ല. കുഴപ്പമില്ലാത്തൊരു ഹീറ്റിംഗ് മാനേജ്മെന്റ് ആണ് ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. 5000 mAh ബാറ്ററി തന്നെ 15 വാട്ട് ചാർജർ ഉപയോഗിച്ചുകൊണ്ട് ചാർജ് ചെയ്യാൻ ഒരുപാട് സമയം എടുക്കുമെന്നിരിക്കെ ഈ ഒരു 6000 mAh ചാർജ് ചെയ്യാൻ നല്ല സമയം എടുക്കും. പക്ഷേ നമ്മൾ കൂടുതലും പേരും രാത്രിയാണ് ഫോൺ കിടക്കുന്ന സമയത്ത് ചാർജിന് ഇടുന്നത്. അതുകൊണ്ട് തന്നെ ആ ടൈം നമ്മൾ അധികം അറിയില്ല എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. ക്യാമറയിലേക്ക് വന്നാൽ ബാക്കിൽ 50 മെഗാപിക്സലിന്റെ ഒരു പ്രൈമറി ക്യാമറയും 2 മെഗാപിക്സലിന്റെ ഒരു സെൻസറും ഒരു ഡെപ്ത് സെൻസറുമാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത്. ക്യാമറയെ പറ്റി പറഞ്ഞാൽ വലിയ സംഭവമൊന്നുമല്ല. ഈ പ്രൈസ് പോയിന്റിൽ ഓക്കെ എന്ന് വേണം പറയാൻ. മീഡിയം രീതിയിലുള്ള ഫോട്ടോകൾ ആണ് ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നത്. അതുപോലെ വീഡിയോയും ഭയങ്കര സംഭവമൊന്നുമല്ല. നമുക്ക് ഇതിന്റെ വില എന്ന് പറയുന്നത് 9,499 രൂപയാണ്. അപ്പോൾ ആ പ്രൈസിന് ഓക്കെ എന്ന് വേണം ഇതിന്റെ ക്യാമറയെ വിശേഷിപ്പിക്കാൻ. എന്നാൽ സെൽഫി എടുക്കുന്നതിന് വേണ്ടി വെറും 5 മെഗാപിക്സലിന്റെ ഒരു സെൽഫി സെൻസറാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതും വാട്ടർ ഡ്രോപ്പ് നോച്ചിലാണ് എന്നുള്ളത് എടുത്തു പറയണം. ഫ്രണ്ട് ക്യാമറയിലും അതുപോലെ തന്നെ ബാക്ക് ക്യാമറയിലും ഇത്തരത്തിൽ ഫുൾ HD 30 FPS വീഡിയോകളാണ് ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നത്. 4K പറ്റിയൊന്നും ചിന്തിക്കുക പോലും
പോലും വേണ്ട. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് വൈഡ് ആംഗിൾ ക്യാമറ ഇല്ല എന്നുള്ളതും ഓർക്കണം. സോഫ്റ്റ്വെയർ സൈഡിലേക്ക് വന്നാൽ ആൻഡ്രോയിഡ് ലേറ്റസ്റ്റ് വെർഷൻ ആൻഡ്രോയിഡ് 15 അതുപോലെ വിവോ IQ ഫോണുകളുടെ യൂസർ ഇന്റർഫേസ് ആയിട്ടുള്ള ഫൺ ടച്ച് OS 15 ഈ ഒരു സ്മാർട്ട് ഫോൺ പ്രവർത്തിക്കുന്നത്. ഫോണിനകത്ത് കുറച്ച് ബ്ലോട്ട്വേസുകളുണ്ട്. ഉദാഹരണത്തിന് സ്നാപ്ചാറ്റ്, സ്പോട്ടിഫൈ, അതുപോലെ ഫോൺ പേ, അങ്ങനെയുള്ള കുറച്ച് ബ്ലോട്ട്വേസുകളുണ്ട്. ലിങ്ക്ഡിനൊക്കെ ഉണ്ട്. നേരത്തെയൊക്കെ ഹോട്ട് ആപ്സ്, ഹോട്ട് ഗെയിംസ് എന്ന പേരിലായിരുന്നു കുറേ ആപ്പ് ഗെയിമുകളുടെ റെക്കമെൻഡേഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ പേരിൽ മാറ്റമുണ്ട്. ഇപ്പോൾ ഇതുപോലെ ഹോട്ട് ആപ്സ് എന്നില്ലെങ്കിലും ആപ്സ് അതുപോലെ ഗെയിംസ് എന്ന പേരിൽ കുറേ ആപ്ലിക്കേഷൻസിൻ്റെ ഇതുപോലെ റെക്കമെൻഡേഷൻ ഒക്കെ ഉണ്ട്. ചുരുക്കി പറഞ്ഞാൽ അതിൻ്റെ ഒരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് അത്ര ബെറ്റർ ആയിരിക്കില്ല, കുറേ ബ്ലോട്ട്വേസ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ. പക്ഷേ ഇതെല്ലാം നമ്മൾ ഫോണിൻ്റെ പ്രൈസിങ്ങുമായിട്ട് ചേർത്ത് വേണം നോക്കാൻ. ഇത്രയും അഗ്രസീവായിട്ടുള്ള ഒരു പ്രൈസിങ് ആക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ബ്ലോട്ട്വേസുകൾ കാണും. കാരണം ഐക്യുവിൻ്റെയും അല്ലെങ്കിൽ വിവോയുടെയും ഇതിൽ നിന്നും കൂടിയ ഫോണുകളിൽ വരെ ബ്ലോട്ട്വേസുകൾ ഉണ്ട് എന്നുള്ളത് ഓർക്കേണ്ടതാണ്. 2 മേജർ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്, ദാറ്റ് മീൻസ് ആൻഡ്രോയിഡ് 17 വരെയും 3 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ് ഈ ഒരു ഫോണിനകത്ത് ലഭിക്കും. ഫോണിനകത്ത് മറ്റൊരു കുറവായിട്ട് പറയേണ്ടത് ഇതിനകത്തുള്ള മോണോ സ്പീക്കറാണ്. ഈ ഒരു ഫോണിൻ്റെ വീഡിയോ ഞാൻ പലത് കണ്ടു യൂട്യൂബിലൊക്കെ. പക്ഷേ പലരും പറയുന്നുണ്ട് ഇത് സ്റ്റീരിയോ സ്പീക്കറാണ്. പക്ഷേ എനിക്ക് റിവ്യൂവിന് വന്നത് ഈ ഒരു ഫോൺ എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ ഒരു ഇയർ പീസ് ഏരിയയിൽ നിന്ന് മാത്രമാണ് സൗണ്ട് കേൾക്കുന്നത്, താഴെ സൗണ്ട് ഇല്ല. അതുകൊണ്ട് തന്നെയും ഇത് മോണോ സ്പീക്കർ ഉള്ളൊരു ഫോണാണെന്നാണ് എനിക്ക് തോന്നിയത്. പക്ഷേ പലരും പറയുന്നത് ഇത് സ്റ്റീരിയോ സ്പീക്കർ ആണെന്നാണ്. എനിക്കത് മനസ്സിലാവുന്നില്ല. പക്ഷേ എൻ്റെ ഒരു കൺഫ്യൂഷൻ, സാധാരണ മോണോ സ്പീക്കർ ആണെങ്കിൽ താഴെയാണ് സ്പീക്കർ കൊടുക്കുന്നത്. പക്ഷേ ഇവിടെ മുകളിൽ മാത്രമായിട്ട് അങ്ങനെ സ്പീക്കർ കൊടുക്കാമല്ലോ. പക്ഷേ എന്തായാലും എനിക്ക് വന്ന ഈ ഒരു റിവ്യൂവിനകത്ത് മുകളിൽ നിന്ന് മാത്രമാണ് സൗണ്ട് കേൾക്കുന്നത്. ഇനി താഴെ സ്പീക്കർ ഇല്ല എന്നുള്ളതിന് ഒരു തെളിവായിട്ട് ഇത് ഇവിടെ സ്പീക്കർ ഗ്രില്ലില്ല എന്നുള്ളതും ഓർക്കണം. പിന്നെ എന്തുകൊണ്ടാണ് ചില യൂട്യൂബേഴ്സ് അത് ഇംഗ്ലീഷും ഹിന്ദിയിലും ഒക്കെ വീഡിയോ ചെയ്യുന്നവരൊക്കെ ഇത് സ്റ്റീരിയോ സ്പീക്കറാണെന്ന് പറയുന്നത് കേട്ടു. എൻ്റെ എക്സ്പീരിയൻസിൽ ഇത് മോണോ സ്പീക്കറാണ്. മുകളിലാണ് ഇതിൻ്റെ ഒരു സ്പീക്കർ ഔട്ട് വരുന്നത്. സൗണ്ട് ക്വാളിറ്റി അത്ര പോരാ. കാര്യം ഈ ഒരു മുകളിൽ നിന്ന് കേൾക്കുന്ന സൗണ്ട് ഇപ്പം കേൾപ്പിച്ചല്ലോ, ഒരു വലിയ ഗുണമൊന്നുമില്ല. 200% വോളിയം എന്നൊക്കെ കാണിക്കുന്നെങ്കിലും വലിയ വോളിയം ഇതിനകത്ത് ഫീൽ ചെയ്യുന്നില്ല. കേട്ടില്ലേ? പ്രൈസ് കുറഞ്ഞൊരു ഫോൺ ആയതുകൊണ്ട് തന്നെയും യൂട്യൂബിലെങ്ങും ഇത്തരത്തിൽ HDR സപ്പോർട്ടൊന്നും പ്രതീക്ഷിക്കുകയേ വേണ്ട. ഫിംഗർ പ്രിന്റ് സംവിധാനം സൈഡ് മൗണ്ടഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അത് ഈ ഒരു പവർ ബട്ടണിലാണ് നൽകിയിരിക്കുന്നത്. അത് ഇതുപോലെ ഒരുവിധം ഫാസ്റ്റായിട്ട് തന്നെ അൺലോക്ക് ആകുന്നുമുണ്ട്. ഈ ഒരു 2025 തുടങ്ങിയതിന് ശേഷം ഇത്തരത്തിൽ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് വരുന്ന ഫോണുകൾ അങ്ങനെ കണ്ടില്ല എന്ന് വേണം പറയാൻ. അതിൻ്റെ ഒരു കാരണം, സാധാരണ AMOLED ഡിസ്പ്ലേ ആണെങ്കിൽ അതിനകത്ത് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് വരും. ഇത് LCD ഡിസ്പ്ലേ ആണ്. അതുകൊണ്ടാണ് സൈഡ് മൗണ്ടഡ് ആയിട്ട് ഫിംഗർ പ്രിന്റ് കൊടുക്കേണ്ടി വരുന്നത്. ഇൻ ഡിസ്പ്ലേയിൽ കൊടുക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ LCD ഡിസ്പ്ലേ, വാട്ടർ ഡ്രോപ്പ് നോച്ച്, സൈഡ് മൗണ്ടഡ് ഇതൊക്കെ ഇപ്പോൾ 2025 വളരെ റെയറാണ്. ബ്ലൂടൂത്ത് വെർഷൻ 5.4 നൽകിയിരിക്കുന്ന ഈ ഒരു ഫോണിനകത്ത് IP64 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസും കൊടുത്തിട്ടുണ്ട്. കോൾ റെക്കോർഡിംഗ് ഫീച്ചർ ഉണ്ടാകും. ഞാൻ അത് ചെക്ക് ചെയ്തില്ല. കാര്യം IQവിൻ്റെ ഡയലറിൽ സാധാരണ കോൾ റെക്കോർഡിംഗ് ഉള്ളതാണ്. സിം കാർഡ് ഈ ഒരു ഫോണിനകത്തേക്ക് ഞാൻ ഇട്ടില്ല. അതുകൊണ്ടാണ് കോൾ റെക്കോർഡിംഗ് സിം കാർഡ് ഇട്ടെങ്കിൽ മാത്രമേ അറിയാൻ പറ്റൂ. എന്തായാലും IQ ഫോൺ ആണെങ്കിൽ അതിനകത്ത് കോൾ റെക്കോർഡിംഗ് ഉണ്ട് എന്നുള്ളത് ഉറപ്പിക്കാം. അതുപോലെ തന്നെ ഫോണിനകത്ത് NFC സപ്പോർട്ട് കൊടുത്തിട്ടില്ല. ഈ പ്രൈസ് പോയിന്റിലുള്ള ചില ഫോണുകളിലെങ്കിലും NFC സപ്പോർട്ട് നൽകാറുണ്ടെന്നുള്ളത് ഓർമ്മ വേണം. അടുത്തായിട്ട് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ പ്രൈസ് ആണ്. ഇതിന്റെ ബേസ് വേരിയന്റ് നമുക്ക് 9,999 രൂപയ്ക്ക് വാങ്ങാൻ സാധിക്കും. പക്ഷേ 500 രൂപ കൂടെ ഇൻസ്റ്റന്റ് ബാങ്ക് ഓഫർ ഉണ്ട്. ആ ബാങ്ക് കാർഡ് ഉപയോഗിച്ചുകൊണ്ട് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് 500 രൂപ കുറച്ചുകൊണ്ട് 9,499 രൂപയ്ക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങാം. പക്ഷേ ഇതിൻ്റെ MRP എനിക്ക് തോന്നുന്നു 13,999 ഒക്കെയാണ്. അപ്പോൾ ഓൺലൈൻ വാങ്ങിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ബാങ്ക് കാർഡ് വെച്ചുകൊണ്ട് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും വില കുറച്ചുകൊണ്ട് 9,499 രൂപയ്ക്ക് വാങ്ങാൻ സാധിക്കും. ആ പ്രൈസിന് ഈ ഒരു ഫോൺ ചില കുറവുകൾ ഈ പറയുന്നത് പോലെ ഉണ്ട്. ഈ പറഞ്ഞ പോലെ വാട്ടർ ഡ്രോപ്പ് നോച്ച്, മോണോ സ്പീക്കർ, ഡിസ്പ്ലേക്ക് ചുറ്റുമുള്ള ഒരുവിധം വലിയ ബെസലുകൾ, അത് മുകളിലാണ് സ്പീക്കർ കൊടുത്തിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ കുറവ് തന്നെയാണ്. അപ്പോൾ ചോദിക്കും 10,000 രൂപ റേഞ്ചല്ലേ വില വരുന്നുള്ളത്. ഈ പറഞ്ഞ കുറവുകളില്ലാത്ത 10,000 രൂപ റേഞ്ചിലെ ഫോണുകൾ ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ് അത് കുറവായി തന്നെ പറഞ്ഞത്. അടുത്തിടെ പുറത്തിറങ്ങിയ റിയൽമി C73 എന്ന് പറയുന്ന ഒരു സ്മാർട്ട് ഫോൺ ഉണ്ട്. ഇതേ പ്രോസറുമായിട്ട് തന്നെ പുറത്തിറങ്ങി. അതായത് മീഡിയടെക്കിൻ്റെ Dimensity 6300 എന്ന് പറഞ്ഞ സെയിം പ്രോസറുമായിട്ട് ലോഞ്ച് ചെയ്ത ഫോണാണ്. പക്ഷേ അവിടെ C73യുടെ വില എന്ന് പറയുന്ന 1000 രൂപ ഈ ഫോണിനേക്കാളും കൂടുതലാണ്. സെയിം പ്രോസർ ആണെന്ന് ഓർക്കണം. പക്ഷേ അവിടെ 5 ഹോൾ ക്യാമറയാണ്, 6000 mAh ബാറ്ററി ഇതുപോലെ തന്നെ ഉണ്ട്. അപ്പോൾ ആ ഒരു ഫോൺ ഇതിൻ്റെ ഒരു കോമ്പറ്റീറ്ററാണ് നല്ല രീതിയിൽ എന്ന് വേണം പറയാൻ. പിന്നെ മോട്ടോറോളയുടെ മോട്ടോ G35 അതെന്തുകൊണ്ടും ഈ ഒരു സ്മാർട്ട് ഫോണിന് കടുത്ത വെല്ലുവിളി ഉയർത്തും ഈ പ്രൈസ് പോയിന്റിൽ എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല.